റിപ്പോർട്ടർ ഫോളോ അപ്പ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ 252 റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ 4 മാസമായി ശമ്പളം കിട്ടുന്നില്ല. ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് തുടർച്ചാനുമതി കിട്ടാത്തതിനാൽ ശമ്പളം മുടങ്ങിയത്. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിട്ടും രക്ഷയില്ല. 1 മാസം മുൻപ് ഇവരുടെ ദുരിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് മാത്രമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ടി വി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഒന്നും രണ്ടുമല്ല, 252 ഉദ്യോഗസ്ഥരാണ് 4 മാസമായി ശമ്പളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. അധികൃതർ ഇക്കാര്യത്തിൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായ വിശദീകരണം പോലും നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് വിനീത. ഇതിൽ പെട്ടുപോയവരാണ് യഥാർത്ഥത്തിൽ ഈ 252 പേർ എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ വിവിധ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഇവരെല്ലാം റവന്യൂ വകുപ്പിലുള്ളവരാണ്. തഹസിൽദാർ മുതൽ താഴേക്കുള്ള 17 യൂണിറ്റുകളിലായിട്ടാണ് ഈ 252 പേർ ജോലി ചെയ്യുന്നത്. ഇവരുടെ തുടർച്ചാനുമതി ഫയലിൽ തീരുമാനമായെങ്കിൽ മാത്രമേ ഇവർക്ക് ശമ്പളം കിട്ടുകയുള്ളൂ. ഇവരുടെ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇവരെ ഈ പറയുന്ന ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ പ്രകാരം വിളിച്ചുകൊണ്ടുപോയത്. അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ സർക്കാർ മാറിയതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ആ ഫയലിൽ ഒരു തുടർച്ച ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഗുരുതരമായ പ്രശ്നം. അങ്ങനെ 252 കുടുംബങ്ങളാണ് ഇതുമൂലം വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ഒരുപാട് ശമ്പളമൊന്നും ഉള്ളവരല്ല വിനീത. സാധാരണഗതിയിൽ ആ മാസത്തെ ശമ്പളം കൊണ്ട് ജീവിച്ചു പോന്നവരാണ് എല്ലാവരും. അവർക്കാണ് ഈ ദുർഗതി ഉണ്ടായത്. ഇന്നലെ കോഴിക്കോട് വെച്ച് റവന്യൂ മന്ത്രി AP അനിൽകുമാർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചോദിച്ച് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ അഭിജിത്ത് മുഴക്കുന്നോട് തിരിച്ച് മന്ത്രി പറഞ്ഞത് 252 അല്ല 2500ഓളം ഉണ്ട് എന്നുള്ളതാണ്. മന്ത്രി ഉദ്ദേശിച്ചത് ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടാണ്. അത് വേറൊരു വിഷയമാണ്. അവിടെ 2500 പേർക്കാണ് പണം കിട്ടാൻ ബാക്കിയുള്ളത്, ശമ്പളം കിട്ടാൻ ബാക്കിയുള്ള അവരെല്ലാവരും പിരിച്ചുവിടുമെന്നാണ് അറിയുന്നത്. അവർക്ക് ശമ്പളം കിട്ടിയില്ല. ചുരുക്കത്തിൽ ഈ വിഷയം പറയുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ മറ്റൊരു വിഷയത്തിലാണ് മന്ത്രി മറുപടി പറയുന്നതും. എന്തായാലും ഗുരുതരമായ പ്രശ്നമാണ്. വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, സർവീസ് സംഘടനകൾ ഇടപെട്ടു. എന്നിട്ടും ആ ഫയലിൽ ഒരു തീരുമാനവുമാകുന്നില്ല വിനീത. അതാണ് പല പ്രശ്നങ്ങളുണ്ട്, ചെറുതും വലുതുമായി എന്നത്. അത് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നത് മന്ത്രി തന്നെ സമ്മതിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ഇടപെട്ട്, റവന്യൂ മന്ത്രി AP അനിൽകുമാർ തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.